നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുണ്യാലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ താനൂർ പോലീസ് സാഹസികമായി പിടികൂടി. പൊന്നാനിയിൽ നിന്നും കടലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ണൂരിൽ നിന്നും കണ്ടെത്തി. തെരച്ചിൽ ലഭിച്ചത് മുക്കാടി സ്വദേശി ഇബ്രാഹിമിന്റെ മൃതദേഹം. കേന്ദ്ര സർക്കാരിന്റെ സാഗി ഗ്രാമമായി തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനം ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. കാലവർഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് 6664 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ തിങ്കളാഴ്ച 396 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഉണ്യാലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ താനൂർ പോലീസ് സാഹസികമായി പിടികൂടി. ഉണ്യാൽ സ്വദേശി കോരന്റെപുരക്കിൽ ഷൗക്കത്ത് അലിയെയാണ് വണ്ടൂർ വാണിയമ്പലത്ത് വെച്ച് പോലീസ് പിടികൂടിയത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് വാക്കുതർക്കത്തെ തുടർന്ന് സഹോദരനായ ജലാലിനെ ആക്രമിക്കുകയും വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ജലാൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രതി സഞ്ചരിച്ച വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഊട്ടി റോഡിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. താനൂർ DSP മൂസ വള്ളിക്കാടിന്റെ നിർദ്ദേശപ്രകാരം താനൂർ CI ജീവൻ ജോർജ്, SIN ശ്രീജിത്ത്, CPMമാരായ K സലേഷ്, അനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ പേരിൽ 4 കേസുകൾ നേരത്തെ ഉണ്ട്. സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കണ്ടെത്തി. പിടികൂടിയത് ശ്രദ്ധേയമായി. പ്രതിയെ മലപ്പുറം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കാരൻ ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. കണ്ണൂർ തലശ്ശേരി മാഹി ഭാഗത്ത് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഒക്ടോബർ 13-നാണ് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട വള്ളം മറിഞ്ഞ് 4 മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. ഒക്ടോബർ 13-ന് പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിൽ പുറപ്പെട്ട വള്ളം മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. പൊന്നാനി മുക്കാടി സ്വദേശി ചന്തക്കാരൻ ഇബ്രാഹിമിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. കണ്ണൂർ തലശ്ശേരി മാഹി ഭാഗത്ത് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ ഭാഗത്ത് മത്സ്യബന്ധനത്തിനിറങ്ങിയ ബോട്ടിലെ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് ഇവർ കണ്ണൂരിലെ ഫിഷറീസിൽ വിവരമറിയിക്കുകയും ഫിഷറീസ് ബോട്ട് എത്തി മൃതദേഹം കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഫോട്ടോ ബന്ധുക്കൾക്ക് നൽകിയപ്പോൾ അപകടത്തിൽപ്പെട്ട ദിവസം ഇബ്രാഹിം ധരിച്ച ടീഷർട്ട് തിരിച്ചറിയുകയും ഇബ്രാഹിമിന്റെ മൃതദേഹമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ട 4 പേരിൽ മുക്കട്ടി സ്വദേശി പറമ്പിൽ അംസക്കുട്ടിയെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചിരുന്നു. കൂടാതെ പുത്തമ്പുരയിൽ മുഹമ്മദ് അലിയുടെ മൃതദേഹം ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട ഫൈബർ വള്ളത്തിന്റെ ഉടമ കുഞ്ഞുമരക്കാരത്ത് വീരാനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷ ക്ഷണിക്കാനിരിക്കെ പ്രതീക്ഷയോടെ വിശ്വാസികൾ. ഇക്കുറിയെങ്കിലും ഹജ്ജ് തീർത്ഥാടനത്തിന് പോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് തീർത്ഥാടകർ. ഇക്കൊല്ലത്തെ ഹജ്ജിന് നവംബറിൽ അപേക്ഷ ക്ഷണിക്കാനൊരുങ്ങുകയാണ്. കഴിഞ്ഞ 2 വർഷവും കോവിഡിന്റെ പിടിയിലകപ്പെട്ട് വിശ്വാസികൾക്ക് ഹജ്ജ് തീർത്ഥാടനം നഷ്ടമായിരുന്നു. എന്നാൽ കോവിഡ് ഭീതി ഏറെക്കുറെ അകലുകയും വാക്സിനേഷൻ വിതരണം ഏറെ പുരോഗമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് അടുത്ത വർഷം ഹജ്ജിന് പോകാമെന്ന പ്രതീക്ഷ വിശ്വാസികളിൽ ഏറി വരുന്നത്. 2 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്കാണ് ഹജ്ജിന് പോകാൻ അനുവാദം ലഭിക്കുക. ഹജ്ജ് തീർത്ഥാടനത്തിന് നവംബർ ആദ്യവാരത്തിൽ അപേക്ഷ ക്ഷണിക്കാനിരിക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വിശ്വാസ സമൂഹം. കോവിഡ് പ്രതിസന്ധി കാരണം കഴിഞ്ഞ 2 തവണയും ഹജ്ജ് തീർത്ഥാടനം നടന്നിരുന്നില്ല. 2020-ൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായ ശേഷമാണ് ഹജ്ജ് തീർത്ഥാടനം റദ്ദാക്കിയത്. കഴിഞ്ഞ വർഷം ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിരുന്നെങ്കിലും സൗദി അനുമതി നൽകാതിരുന്നതിനാൽ യാത്ര മുടങ്ങി. സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുള്ള ഹജ്ജ് ഉംറ തീർത്ഥാടനവും 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ജനകീയാരോഗ്യം താനാളൂരിൽ പുതിയ മാതൃക. സംഘാടക സമിതിക്ക് രൂപം നൽകി. താനാളൂർ KM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. താനാളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മാതൃകയായ ജനകീയ ആരോഗ്യ പരിപാടി പുതിയ സാഹചര്യത്തിൽ പുതുക്കി പണിതുകൊണ്ട് ജനകീയ ആരോഗ്യം @2 പരിപാടിക്ക് താനാളൂരിൽ സംഘാടക സമിതി രൂപീകരിച്ചു. താനാളൂർ KM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നായി 200ഓളം പേർ പങ്കെടുത്തു. ആരോഗ്യ വിവരശേഖരണം, വയോജനാരോഗ്യം, കൗമാര കരുത്ത്, ഭിന്നശേഷി സൗഹൃദം, മാലിന്യമുക്ത താനാളൂർ, ജീവിതശൈലി രോഗ നിയന്ത്രണം തുടങ്ങി 8 മേഖലകളെ ഉൾപ്പെടുത്തി 5 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ അവതരണം നടന്നു. ആർദ്ര മിഷൻ ഡയറക്ടർ ഡോക്ടർ ഫിറോസ്, K അരുൺകുമാർ, P ദിനേഷ് കുമാർ, ഡോക്ടർ MG മല്ലിക, സായി കിഷോർ, VK ജയ് സോമനാഥ് എന്നിവർ വിഷയാവതരണം നടത്തി. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കോവിഡിനെ പ്രതിരോധിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടെ ഗ്രാമപഞ്ചായത്താണ് താനാളൂർ ഗ്രാമപഞ്ചായത്ത്. താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1ാം വാർഡായ ദയാശുപത്രി നമുക്ക് ലഭിക്കുകയും മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും രോഗങ്ങൾ വന്ന് അടിയന്തര ഘട്ടമെത്തിയ വെന്റിലേറ്റർ രോഗികളായ ആളുകൾക്ക് എല്ലാവിധ ചികിത്സയും നൽകാൻ നമ്മുടെ താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ദയാശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ കൂടെ നിന്ന ഗ്രാമപഞ്ചായത്തും ആരോഗ്യ പ്രവർത്തകരും മെമ്പർമാരും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക അധ്യക്ഷയായിരുന്നു. ഒ രാജൻ, എൻ മുജീബ് ഹാജി, കെ മൊയ്തീൻകുട്ടി ഹാജി, സി കെ ബാപ്പു ഹാജി, മേച്ചേരി സെയ്തലവി, ദാമോദരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി സിനി നന്ദിയും പറഞ്ഞു. പ്രസിഡന്റ് കെ മല്ലിക ചെയർപേഴ്സണും മെഡിക്കൽ ഓഫീസർ ശ്രുതി കെ ടി കൺവീനറും അജിത് പാൽ കോർഡിനേറ്ററുമായ സംഘാടക സമിതിക്കാണ് രൂപം നൽകിയത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കേന്ദ്ര സർക്കാരിന്റെ സാഗി ഗ്രാമമായ തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനം ടി മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. ചടങ്ങിൽ കുർക്കുളി മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സൻസദ് ആദർശ് ഗ്രാം യോജന സാഗി പദ്ധതിയുടെ ഭാഗമായി തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്തതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ടി മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. ചടങ്ങിൽ കുർക്കുളി മൊയ്തീൻ MLA അധ്യക്ഷനായിരുന്നു. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിനെ തെരഞ്ഞെടുത്ത് മാതൃക ഗ്രാമമാക്കി മാറ്റുന്ന സമഗ്ര പദ്ധതിയാണിത്. PIO പ്രൊജക്ട് ഡയറക്ടർ പ്രീതി മേനോൻ പദ്ധതി വിശദീകരണം നടത്തി. APO ആതിര കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ചടങ്ങിൽ PMI പദ്ധതി രണ്ടാം ഘട്ട ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണം, വീടുകൾക്ക് ബയോബിൻ വിതരണം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടശ്ശേരി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സീനത്ത് ജമാൽ, നാസറായപ്പള്ളി, മാമ്പറ്റ ദേവയാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനി ഗോഡ്ലിഫ്, TV റംഷീദ, പഞ്ചായത്ത് അംഗങ്ങളായ EP മൊയ്തീൻകുട്ടി, KP ലത്തീഫ്, തിരു BDO സുരേഷ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VP കുഞ്ഞാലി, മുളക്കൽ മുഹമ്മദ് അലി, മുഹമ്മദ് താഴ്ത്തറ, K പ്രമോദ്, യാവുട്ടി കാതനങ്ങാടി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫ സ്വാഗതവും സെക്രട്ടറി AP വിഷ്ണു നന്ദിയും പറഞ്ഞു. നിരക്ക് വർധന ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഡീസൽ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ മിനിമം ചാർജ് 12 രൂപയെങ്കിലും ആക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. സംസ്ഥാനത്ത് അവസാനമായി ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത് 2018 മാർച്ച് മാസത്തിലാണ്. ഡീസൽ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. സംസ്ഥാനത്ത് അവസാനമായി ബസ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചത് 2018 മാർച്ച് മാസത്തിലാണ്. അന്ന് 1 ലിറ്റർ ഡീസലിന്റെ വില 66 രൂപ മാത്രം. ഇന്ന് ഡീസൽ വില 103 നിൽക്കുന്നു. കോവിഡ് കാലത്ത് യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കണക്കിലെടുത്ത് കിലോമീറ്ററിന് 20 പൈസ കൂട്ടിയെങ്കിലും അത് പര്യാപ്തമല്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് 6 രൂപയാക്കുക, നികുതി ഇളവ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ മുന്നോട്ട് വെക്കുന്നു. സ്പെയർ പാർട്സുകളുടെ വില കൂടി, ഇൻഷുറൻസ് തുകയും വർദ്ധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന ശുപാർശ അടിയന്തരമായി നടപ്പാക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട പലവട്ടം സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല സമീപനം ഉണ്ടാകാതായതോടെയാണ് സർവീസുകൾ നിർത്തിവെക്കാൻ ആലോചിക്കുന്നത്. കുട്ടി പോലീസിന്റെ കഥ പറയുന്ന പുറത്തൂർ GSS നിർമ്മിച്ച ഹ്രസ്വചിത്രം സല്യൂട്ട് ശ്രദ്ധേയമാകുന്നു. ലോക്ക്ഡൌൺ കാലത്തെ കുട്ടികളുടെ മാനസിക പ്രയാസങ്ങൾ, അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ, സ്കൂൾ അടച്ചിടുന്ന കാലത്ത് പരിശീലനം കിട്ടാതെ പോയ കുട്ടി പോലീസിന്റെ ആത്മസംഘർഷങ്ങളെയൊക്കെയും സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഗ്രൂപ്പായ പരിശീലനം ഈ കോവിഡ് സാഹചര്യത്തിൽ സാധ്യമല്ലാത്തതുകൊണ്ട് എല്ലാ കരൻസുകളും കുടുംബാംഗങ്ങളോടൊത്ത് സ്വന്തം വീട്ടുമുറ്റത്ത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിൻ്റെ അധികം ദൈർഘ്യമില്ലാത്ത ഒരു വീഡിയോ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഫോട്ടോഗ്രാഫറും നാടക പ്രവർത്തകനും പുറത്തൂർ GSSലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബിജേഷ് പുതുപ്പള്ളിയാണ് സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളായ അനശ്വര, ഷാദിയ, SPC ട്രെയിനർ സതീഷ് നാരായണൻ മാസ്റ്റർ, MM പുറത്തൂർ, പ്രസന്ന തൂണേരി, അക്ഷര അർഷാദ്, ഗായത്രി കൃഷ്ണ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അരുൺ ഗാംഗുലിയാണ് ഛായാഗ്രഹണം, ക്രിയേറ്റീവ് ഡയറക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീതം ഫിദൽ അശോകും, ക്രിയേറ്റീവ് സപ്പോർട്ട് അഖിലേഷ് കോഴിക്കോടും, സംവിധാന സഹായം സുരേഷ് പുറത്തൂരും, സാങ്കേതിക സഹായം നൗഫൽ പുറത്തൂർ, പ്രൊഡക്ഷൻ കൺട്രോൾ അർഷാദ് എന്നിവർ നിർവഹിച്ചു. സ്കൂളിൽ നടന്ന ആദ്യ പ്രദർശനം പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. SPC ചുമതലയുള്ള IGP വിജയനാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയും SPCയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയും സിനിമ റിലീസ് ചെയ്തത്. ബിജേഷ് പുതുപ്പള്ളിയുടെ 3ാമത്തെ ഹ്രസ്വചിത്രമാണ് സല്യൂട്ട്. നേരത്തെ MM പുറത്തൂർ പ്രധാന കഥാപാത്രമായി കൊക്കാൻ എന്ന സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. പുറത്തൂർ GSSലെ വിദ്യാർത്ഥികൾ അഭിനേതാക്കളായി തെരുവ് നാടകങ്ങളും സംവിധാനം ചെയ്തു. വലിയ നിലയിൽ ഒരു എയിം വേണം. ജില്ലയിലെ ആദ്യ മോഡൽ എഡ്യൂക്കേഷണൽ തിയേറ്ററിന് ചെട്ടിയാൻകിണറിൽ തുടക്കം. പഠനത്തിന്റെ തിയേറ്റർ കാഴ്ചയൊരുക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോഡൽ എഡ്യൂക്കേഷണൽ തിയേറ്ററിനാണ് ചെട്ടിയാൻകിണർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്.
പഠനത്തിന്റെ തിയേറ്റർ കാഴ്ചയൊരുക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോഡൽ എഡ്യൂക്കേഷൻ തിയേറ്ററിനാണ് ചെട്ടിയാങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ചെട്ടിയാങ്കണ്ടം സ്കൂളിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കോൺഫറൻസ് ഹാൾ, ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സംവിധാനം, ഡിജിറ്റൽ പഠന സാമഗ്രികൾ വികസിപ്പിക്കൽ, ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയ നൂതന സംവിധാനങ്ങളാണ് എഡ്യൂക്കേഷണൽ തിയേറ്ററിൽ ഒരുക്കിയിട്ടുള്ളത്. ഓൺലൈൻ പഠനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരിട്ട പ്രതിസന്ധികളെ മറികടക്കാനുള്ള പൊതു സൗകര്യങ്ങളാണ് തിയേറ്ററിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരു കുട്ടിക്കും ഒരു ക്ലാസും നഷ്ടമാകാതിരിക്കണം എന്നതാണ് എഡ്യൂക്കേഷണൽ തിയേറ്ററിന്റെ അടിസ്ഥാന ആശയം. കേരളത്തിലെ വേറെ ഒരു ജില്ലാ പഞ്ചായത്തിനും ഇത് സാധിക്കുമെന്നും തോന്നുന്നില്ല. കാരണം അത്രയും ഷോർട്ട് സ്പാനിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഡ്രീം, ഈ ഒരു സ്വപ്നം ഇന്ന് ഇവിടെ റിയലൈസ് ചെയ്യാൻ പോകുന്നത്. ഒരു പൊതുവിദ്യാലയത്തിൽ, സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിൽ ഇന്ന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മോഡൽ എഡ്യൂക്കേഷൻ തിയേറ്ററാണ് കിട്ടിയിട്ടുള്ളത്. പൊതുവെ ഈ സൗകര്യങ്ങളൊക്കെ IIM അല്ലെങ്കിൽ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസിൽ മാത്രമേ കണ്ടുവരുള്ളൂ. അതാണ് നമ്മുടെ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഡ്രീം റിയലൈസ് ചെയ്യാൻ പറ്റിയത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. നമ്മുടെ വിദ്യാലയത്തെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം യാസ്മിൻ അരിമ്പ്ര അധ്യക്ഷയായിരുന്നു. പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ, വൈസ് പ്രസിഡന്റ് ജസ്ന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ പൊതുവത്ത്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർ ER ശിവപ്രസാദ് പദ്ധതി വിശദീകരിച്ചു. പ്രിൻസിപ്പൽ സുനിത സ്വാഗതവും P കുഞ്ഞാലൻകുട്ടി നന്ദിയും പറഞ്ഞു. നെൽകൃഷിയിൽ പുതിയ പരീക്ഷണങ്ങളുമായി യുവ കർഷകൻ. ഉപ്പുവെള്ളം കയറിയ ഭാഗങ്ങളിലാണ് യുവ കർഷകനായ താനൂർ സ്വദേശി ഉദയൻ പുതിയ ഇനം വിത്തിനങ്ങൾ ഇറക്കുന്നത്. 4 ഏക്കർ സ്ഥലത്താണ് ഉദയൻ തന്റെ പരീക്ഷണ കൃഷി ചെയ്യുന്നത്. താനൂർ നഗരസഭയിൽ നെൽകൃഷി മേഖലയിൽ പ്രതീക്ഷയോടെ പരീക്ഷണങ്ങളുമായി യുവ കർഷകനായ ഉദയകുമാർ കരിക്കത്തിയിൽ. ഉപ്പുവെള്ളം കയറി സാധാരണ നെൽകൃഷിക്ക് ഉപയോഗമല്ലാത്ത താനൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് പുതിയ പരീക്ഷണങ്ങളുമായി രംഗത്തിറങ്ങിയത്. ഈ പ്രദേശങ്ങളിലെ മണ്ണിന് യോജിച്ച പീരിക്കോട് നിന്ന് കൊണ്ടുവന്ന 7-2, 7-3 എന്നീ വിത്തിനങ്ങളാണ് കൃഷി ഇറക്കിയത്. താനൂരിൽ ഈ നെൽകൃഷി മേഖലയിൽ പുതിയ കാർഷിക വിപ്ലവത്തിന് ഏകദേശം 4 ഏക്കർ സ്ഥലമാണ് ഉഴുത് തയ്യാറാക്കിയത്. ഞാറുനടിയിൽ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും. ഉദയൻ എന്ന യുവ കർഷകന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കളാണ് താനൂർ 43-ാം ഡിവിഷനിൽ പാലപ്പുഴയ്ക്ക് സമീപം കൃഷി ഇറക്കുന്നത്. തരിശായി കടന്നിരുന്ന ഒരു ഭൂമി, തരിശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാട് മൂടി കടന്നിരുന്ന ഭൂമിയായിരുന്നു. ഒരുപാട് മൃഗങ്ങളെന്ന് തന്നെ പറയാം, കുറുക്കനും മറ്റുള്ള മൃഗങ്ങൾ വരുന്ന ഒരു കാട്ട്. ആ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടാണ് ഈ വയൽ നമ്മൾ ശരിയാക്കി എടുത്തിട്ടുള്ളത്. ഈ വയലിൽ നമ്മളൊരു കൂട്ടായ്മയാണ്, യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് കൃഷി ഇറക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിരുന്നു. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഇത് ഉപ്പുവെള്ളം കയറുന്ന പ്രദേശമാണ്. ഈ പരീക്ഷണം വിജയിച്ചാൽ താനൂരിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഹെക്ടർ കണക്കിന് തരിശായി കാടുമൂടി കിടക്കുന്ന പാടങ്ങളിൽ നെൽകൃഷി ഇറക്കാനും പുതിയ ഒരു കാർഷിക സംസ്കാരം ഉയർത്താനും സാധിക്കും. ഈ പ്രദേശത്ത് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുക എന്നുള്ളത് പ്രയാസമാണ്. ഉമ പോലുള്ള വിത്ത് ഉപയോഗിക്കുക എന്നുള്ളതും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാലും കേട് വരാൻ സാധ്യത ഇല്ലാത്ത നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടുന്ന വിത്തിനെ നമ്മൾ തേടി. അപ്പോൾ കാസർഗോഡ് ഇത്തരത്തിലൊരു വിത്ത് ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ കാസർഗോഡ് പീലിക്കോട് പോയിട്ട് ആ വിത്ത് അവിടുന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് 7-2, 7-3 എന്നീ വിത്തുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വലിയൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതിനൊപ്പം ഒരു പരീക്ഷണത്തിലും ഇവിടെ വിജയിക്കുകയോ ഇല്ലയെന്ന് അറിയില്ല. അതുകൊണ്ടൊരു പരീക്ഷണമാണ് ഇത്. ഞങ്ങളൊരു പ്രതീക്ഷയും കൂടിയാണ്. പ്രകൃതിയെ മറന്നുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള മടക്കം പുതിയ ഒരു കാർഷിക സംസ്കാരം ഉയർത്താനും സാധിക്കും. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. കാലവർഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബുധനാഴ്ച വരെ ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നാളെയും ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചക്രവാത ചുഴിയെ തുടർന്നുള്ള 48 മണിക്കൂറിനുള്ളിൽ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമായി ശക്തിപ്പെടാനും സാധ്യതയുണ്ട്. ബുധനാഴ്ച വരെ വ്യാപകമായി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഹോമിയോപ്പതിക് വകുപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ തലക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ നിർവഹിച്ചു.
നവംബർ 1 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ഹോമിയോപ്പതിക് വകുപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ തലക്കാട് പഞ്ചായത്തിലെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ നിർവഹിച്ചു. കാരണം അതിന്റെ ഒരു പ്രാധാന്യം കാരണം കുട്ടികളിലേക്ക് എത്തിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം അധ്യാപകരാണ് ഓരോ സ്കൂളിലും. കാരണം അവർക്ക് എങ്ങനെ ഈ കുട്ടികളിൽ നിന്ന് ഇനി അടുത്ത കോവിഡ് വരുമ്പോഴേക്കും അവരെ രക്ഷിച്ചെടുക്കാന്നുള്ള ചിന്ത ഞാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർക്ക് പോകുന്നത്. കാരണം 2-3 പ്രധാന അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. വൈസ് പ്രസിഡന്റ് AK ബാബു അധ്യക്ഷനായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ എടത്തടത്തിൽ, ഷെരീഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഇസ്മായിൽ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ എ ഹാരിഷ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ, വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. T+ന്റെ 3ാമത്തെ ഔട്ട്ലെറ്റ് തിരൂർ തെക്കുമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. തരം പലഹാരങ്ങളും രുചികരമായ ചായയും ജ്യൂസുകളുമായി T+ തിരൂർ തെക്കുമുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു. T+ന്റെ 3ാമത്തെ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് നിർവഹിച്ചു. ചടങ്ങിൽ കൗൺസിലർ ദേവകി ടീച്ചർ, മാനേജ്മെന്റ് പ്രതിനിധികളായ മുസ്തഫ, ഫൈസൽ, സലീം തുടങ്ങിയവർ സംബന്ധിച്ചു. ബോംബെ ഗോൾഡ് സംഘടിപ്പിച്ച ഒന്നിച്ചൊരു ഓണം മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കൂടലൂർ സ്വദേശി സൈമ കരീമാണ് 1ാം സമ്മാനമായ സ്മാർട്ട് ഫോണിന് അർഹയായത്. ബോംബെ ഗോൾഡ് ചെയർമാൻ CA അലവിക്കുട്ടി ഹാജി സമ്മാനദാനം നിർവഹിച്ചു. ഇക്കഴിഞ്ഞ ഓണത്തിന് ഉപഭോക്താക്കൾക്കായി ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയ സമ്മാന പദ്ധതിയായിരുന്നു ഒന്നിച്ചൊരു ഓണം കണ്ടസ്റ്റ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിൽ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ എന്നിവയായിരുന്നു സമ്മാനമായി നിശ്ചയിച്ചിരുന്നത്. മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്. കൂടലൂർ സ്വദേശിനി സൈമ കരീം ബാബുവാണ് 1ാം സമ്മാനമായ സ്മാർട്ട് ഫോണിന് അർഹയായത്. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങിൽ സൈമയ്ക്ക് ബോംബെ ഗോൾഡ് ആൻഡ് ചെയർമാൻ CA അലവിക്കുട്ടി ഹാജി സമ്മാനം നൽകി. രണ്ടാം സമ്മാനമായ സ്മാർട്ട് വാച്ച് തിരുവനന്തപുരം വെങ്കുളം ഇടവ സ്വദേശി നിഖിൽ ബാബുവിന് ലഭിച്ചു. കുറ്റിപ്പുറം സ്വദേശി അഭിരാമിയാണ് 3ാം സമ്മാനമായ 2500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറിന് അർഹയായത്. അബ്ദുൽ വഹാബ്, M മുഹമ്മദ് കുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ 10ാമത്തെ ATM കൗണ്ടർ BP അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ 10ാമത്തെ ATM കൗണ്ടർ BP അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. വടക്കേങ്ങാടി ശാഖയിൽ ആരംഭിച്ച ATM കൗണ്ടറിന്റെ ഉദ്ഘാടനം ബാങ്ക് ചെയർമാൻ E ജയനും തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പയും സംയുക്തമായി നിർവഹിച്ചു. അർബൻ ബാങ്കിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ആധുനിക ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായി എല്ലാ ബ്രാഞ്ചുകളിലും ATM, ഏതാണ്ട് 10ാമത്തെ ബ്രാഞ്ചിലും ATM വന്നു. 10ാമത്തെ ATM ആണ് ഇപ്പോൾ സ്ഥാപിച്ചത്. എല്ലാം വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ പുതിയ ബാങ്കിങ് സമ്പ്രദായത്തിലേക്ക് ബാങ്ക് മാറുന്നത്. കോർ ബാങ്കിങ് സംവിധാനം മെച്ചപ്പെടുത്തി അതേപോലെ തന്നെ മൊബൈൽ ബാങ്കിങ്ങിലേക്ക് മാറാനുള്ള പരിപാടിയിലാണ് ബാങ്ക് ഇപ്പോൾ നീങ്ങുന്നത്. വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അത് BP അങ്ങാടി ബ്രാഞ്ചിനകത്താണ് ATM സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ നല്ല ബിസിനസ് നടത്തുന്ന ബ്രാഞ്ചാണ്. നല്ല ജനങ്ങളെല്ലാവരും ഞങ്ങളുമായി സഹകരിക്കുന്നുണ്ട്. മേലിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ ഉപഭോക്താക്കളും ബാങ്കുമായി സഹകരിക്കണം, നാട്ടുകാരും ജനങ്ങളൊക്കെ സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു, ബാങ്ക് ഡയറക്ടർ P മുഹമ്മദ് അലി, CEO P ശ്രീധരൻ, മാനേജർ K റഹീന, T ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 6664 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറുടെ 61202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. സംസ്ഥാനത്ത് ആകെ മരണം 28873 സംസ്ഥാനത്ത് ഇന്ന് 6664 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1168, തിരുവനന്തപുരം 909, കൊല്ലം 923, തൃശൂർ 560, കോഴിക്കോട് 559, ഇടുക്കി 446, കണ്ണൂർ 402, മലപ്പുറം 396, പത്തനംതിട്ട 392, കോട്ടയം 340, പാലക്കാട് 306, ആലപ്പുഴ 217,
വയനാട് 194, കാസർഗോഡ് 149 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,202 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 53 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 9 മരണങ്ങളും മതിയായ രേഖകളില്ലാത്തത് കാരണം സ്ഥിരീകരിക്കാതിരുന്ന കഴിഞ്ഞ ജൂൺ 18 വരെയുള്ള 219 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 28,873 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 20 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 6,356 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 229 പേരുടെ സമ്പർക്കോറവിടം വ്യക്തമല്ല. 59 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. ജില്ലയിൽ തിങ്കളാഴ്ച 396 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6.33% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രേഖപ്പെടുത്തി. 345 പേർ കോവിഡ് മുക്തരായി. ജില്ലയിൽ തിങ്കളാഴ്ച 6.33% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കോടെ 396 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 391 പേരുടെ ഉറവിടം കണ്ടെത്താനായിട്ടുണ്ട്. അതേസമയം 4 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമായിട്ടില്ല. കൂടാതെ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 345 പേർ കോവിഡ് മുക്തരായതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 5,57,475 ആയി. കോവിഡ് കാലത്തോടെ നിലച്ച എഴുത്ത് ലോട്ടറി ചൂതാട്ടം തിരൂരിൽ വ്യാപകമാകുന്നു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം തിരൂർ മാർക്കറ്റ് പരിസരത്ത് ലോട്ടറി കച്ചവടക്കാരനും ചൂതാട്ടത്തിൽ ഏർപ്പെട്ടയാളും തമ്മിലുള്ള വാക്കേറ്റം തെരുവിൽ കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. ശനിയാഴ്ച രാത്രിയോടെയാണ് തിരൂർ മത്സ്യ മാർക്കറ്റ് പരിസരത്തെ ലോട്ടറി കച്ചവടക്കാരനും ലോട്ടറി ചൂതാട്ടത്തിൽ ഏർപ്പെട്ടയാളും തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വാക്കേറ്റവും തുടർന്ന് തെരുവിലിറങ്ങി കയ്യാങ്കളിയിലും കലാശിച്ചത്. സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരുടെ മറപിടിച്ചാണ് ഇത്തരം ലോട്ടറി ചൂതാട്ടക്കാർ നഗരത്തിൽ വിലസുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മിനിയാന്ന് രാത്രിയിൽ ഒരു 8-8:30 സമയമായിട്ടുണ്ട്. ആ സമയത്താണ് അവിടെ നമ്മുടെ ടാക്സി സ്റ്റാൻഡിൽ ഇരുടാണ്. ഒരുപാട് ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിവിടുന്ന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ 2 ബാച്ചായിട്ട്, അതായത് ലോട്ടറി കച്ചവടക്കാർ, ഈ എഴുത്ത് ലോട്ടറീൻ്റെ കച്ചവടക്കാരും അത് എഴുതാൻ വേണ്ടി ചെന്ന ആളും കൂടി അവരെ 2 ടീമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് നീങ്ങുന്നത്. ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ തലേ ദിവസം എഴുതിയ ലോട്ടറീൻ്റെ 40 രൂപ ബാലൻസ് ഉണ്ട്. അത് കൊടുക്കാത്തതിനാണ് അവരിങ്ങോട്ട് തിരഞ്ഞു വന്നിട്ടുള്ളത്. ഇവരെ കണ്ടെത്തിയുള്ള പ്രശ്നങ്ങളും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തിരൂര് ഭയങ്കര പ്രശ്നത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനുള്ള നല്ലൊരു നടപടി നമ്മുടെ മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസുകാരും ഇതുപോലെ തന്നെ മറ്റു വേണ്ടപ്പെട്ടവർ എല്ലാവരും അതിൽ ഇടപെട്ടിട്ട് അതിന് തീരുമാനമാക്കണം. തിരൂർ നഗരത്തിലും പരിസരങ്ങളിലുമായി 70ഓളം ലോട്ടറി കടകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജില്ലയിലെ ഏറ്റവും വലിയ ലോട്ടറി വ്യാപാര മേഖലയാണ് തിരൂര്. 200-ലധികം തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലിയെടുക്കുന്നത്. സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ മറപിടിച്ചാണ് എഴുത്ത് ലോട്ടറി സജീവമാകുന്നത്. ദിനേന 2000 രൂപയ്ക്ക് വരെ ലോട്ടറി എഴുതി ചൂതാട്ടത്തിൽ ഏർപ്പെടുന്ന നിരവധി ആളുകളാണ് ദിനംപ്രതി എന്നോണം തിരൂരിലെത്തുന്നത്. ഈ ലോട്ടറി എഴുതാൻ വേണ്ടി വന്നവന് വെറും 40 രൂപ ആ ഷോപ്പിൽ കൊടുക്കാനുണ്ടായിട്ട് അതിൻ്റെ പേരിലുണ്ടായ കച്ചറയാണ് അവിടെ. കാരണം 2000 രൂപക്കാണ് ഡെയിലി ഇവർ ലോട്ടറി എഴുതുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രൂപത്തിൽ കുടുംബം പുലർത്തുന്ന ഇത്തരം കച്ചവടക്കാരുടെ മറ ചാരിയിട്ട് ഒരു കുടുംബത്തിനെ ഒരുമിച്ച് വഴിയാധാരാക്കുന്ന രൂപത്തിൽ ഇതിൻ്റെ മറവിൽ ഈ ലോട്ടറിയിൽ ഒറ്റ നമ്പർ എഴുതുന്ന ഒരു വലിയ സംഘം തിരൂരുണ്ട്. അപ്പോൾ നമ്മൾ മേൽ പറഞ്ഞ പോലെ ഒരു ലോട്ടറിൻ്റെ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലല്ലത്. ഇത് സ്പെഷ്യലായിട്ട് മൊബൈലിൽ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ആപ്പിലൂടെ ഇപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് വേണ്ട നമ്പറുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ആ നമ്പറുകൾ 2.5 മണിക്കൂർ ഇടവിട്ടിട്ട് പ്രൈസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരൂരിൻ്റെ വലിയൊരു ഭവിഷ്യത്തായിട്ട് മാറും. ഒരുപാട് കുടുംബങ്ങൾ ഇതുകൊണ്ട് വഴിയാധാരാവും. അപ്പോൾ ഇത്തരം ലോട്ടറിയുടെ മറവിൽ നടത്തുന്ന മാഫിയകളെ, ചൂതാട്ട മാഫിയകളെ നമ്മൾ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരേണ്ടതാണെന്നും അവർക്ക് അതിന് വേണ്ട കറക്റ്റ് ശിക്ഷാ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഒരു തിരൂരിലെ ഒരു പ്രവർത്തകൻ എന്നുള്ളതിൽ, പൊതുപ്രവർത്തകൻ എന്നുള്ളതിലേക്ക് എനിക്ക് ഈ മാധ്യമ പ്രവർത്തകരോട് മുന്നിൽ പറയാനുള്ളത്. മൊബൈൽ ആപ്പ് വഴി മണിക്കൂറുകൾ ഇടവിട്ട് ചൂതാട്ടം നടത്തുന്നവരും ഏറെയുണ്ടെന്നാണ് വിവരം. ലോട്ടറി മേഖല ചൂതാട്ടത്തിന് വഴിമാറുമ്പോൾ തകർന്നു പോകുന്നത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളും നിരവധി കുടുംബങ്ങളുമാണ്. അതിരുടെ ഭാഗത്തുനിന്നും ആവശ്യമായ പരിശോധനകൾ നടന്നില്ലെങ്കിൽ തിരൂർ നഗരം ലോട്ടറി ചൂതാട്ടശാലയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരൂർ മാങ്ങാട്ടിരി മൂപ്പിൽ ഭരതൻ മാസ്റ്റർ നിര്യാതനായി. 82 വയസ്സായിരുന്നു. അന്നാര LP സ്കൂൾ അധ്യാപകനായിരുന്നു. മാങ്ങാട്ടിരി SNDP വായനശാല പ്രസിഡന്റാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ. പുണ്യാലിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ താനൂർ പോലീസ് സാഹസികമായി പിടികൂടി. പൊന്നാനിയിൽ നിന്നും കടലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ണൂരിൽ നിന്നും കണ്ടെത്തി. തെരച്ചിൽ ലഭിച്ചത് മുക്കാടി സ്വദേശി ഇബ്രാഹിമിന്റെ മൃതദേഹം. കേന്ദ്ര സർക്കാരിന്റെ സാഗി ഗ്രാമമായി തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനം ET മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു.
കാലവർഷം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും പിൻവാങ്ങിയതായി കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ തുലാവർഷം ആരംഭിച്ചു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് 6664 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജില്ലയിൽ തിങ്കളാഴ്ച 396 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.